പേര് വത്സമ. ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മേരീസ് കാകദാസ്പുര ബസവ നഗർ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി പറയുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്ക് 2022 സെപ്റ്റംബറിലാണ് ഞാൻ ക്യാൻസറാണെന്ന് അറിഞ്ഞത്. ആക്ച്വലി അത് മൾട്ടിപ്പിൾ മൈലോമ എന്ന ബ്ലഡിൽ വരുന്ന ഒരു ക്യാൻസറായിരുന്നു. ആക്ച്വലി അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 16 ഹീമോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹീമോ എടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ അവർ ഹീമോ എടുത്ത് 14 ഹീമോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കിഡ്നിയിലൊരു ഗ്രോത്ത് വന്നു. അന്നേരം ഗ്രോത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസറാണെന്ന് അറിഞ്ഞു. അന്നേരം സെൻറ്റ് ജോൺസിൽ നിന്നാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന് മുമ്പ് തന്നെ എനിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ എനിക്കിവിടെ നിന്ന് കൊണ്ടുവന്ന മാതാവിൻ്റെ തിരുസ്വരൂപവും തൈലവും തിരിയും എല്ലാം എൻ്റെ നെയ്ബേഴ്സും ഫ്രണ്ട്സും കൊണ്ടു തന്നിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. എല്ലാവരും ഇടവക മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഈ ക്യാൻസറാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് പേടിയോ മറ്റൊരു ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഹീമോ എടുത്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ഡെയിലി പള്ളിയിൽ പോകുമായിരുന്നു. ഡെയിലി എല്ലാവരോടും സാധാരണ പോലെ പെരുമാറുമായിരുന്നു. എല്ലാവരും കാണാൻ വരുവാൻ തന്നെ ഞാൻ വന്നാൽ എന്ത് വിചാരിക്കുമെന്നുള്ള പേടിയായിരുന്നു അവർക്കൊക്കെ. പക്ഷേ ഞാൻ എല്ലാവരോടും സാധാരണ പോലെ അവരെല്ലാം വന്ന് ചോദിക്കുമായിരുന്നു, നിനക്ക് ക്യാൻസറാണോ, നീ എന്താ ഇങ്ങനെ കൂളായിട്ട് നടക്കണേന്ന്. പക്ഷേ എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. 14 ഹീമോ കഴിഞ്ഞപ്പോൾ ഈ കിഡ്നിയിൽ ഉണ്ടെന്നറിഞ്ഞ് അത് ക്യാൻസറാണ്, അത് കിഡ്നി എടുത്തു കളയണമെന്ന് പറഞ്ഞു. അന്നേരം അതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിലെ എല്ലാ തൈലവും ഉപ്പും തേനും എല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പറയാൻ ഇടവരുത്തണേന്ന് പറഞ്ഞു. പക്ഷേ ആരും എന്നെ അന്നേരം വിടാൻ അനുവദിച്ചില്ല. അത് കഴിഞ്ഞിട്ട് 14 ഹീമോ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പം തന്നെ കിഡ്നി എടുത്തു കളയണം, ഇല്ലെങ്കിൽ അത് ബ്ലാസ്റ്റായി പോകുന്നു. അന്നേരം ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കിഡ്നി എടുത്ത് കളയാൻ പറ്റത്തില്ല, ഇപ്പം എല്ലാം കൂടി 2 ഹീമോ ഞാൻ ബാക്കിയുള്ളൂ. അന്നേരം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിഡ്നി എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഹീമോ ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം പിന്നെയും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം, അതിനെനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എല്ലാവരും എൻ്റെ ഇടവക മുഴുവൻ എൻ്റെ ഫ്രണ്ട്സ്, ബന്ധുക്കൾ, കുടുംബക്കാരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വെല്ലൂർ പോകാൻ. ഇങ്ങനെ ആരോ പ്രേരിപ്പിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. ശരി, ഞങ്ങൾ വെല്ലൂർ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആക്ച്വലി അപ്പോയിൻമെൻറ്റ് കിട്ടാനൊക്കെ ഒത്തിരി പാടായിരുന്നു. ഒരു ഫ്രണ്ട്സിൻ്റെ മുഖാന്തരം ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. സെൻറ്റ് ജോൺസിൽ നിന്ന് തന്നെ PET സ്കാനും CT സ്കാനും എല്ലാം എടുത്തിരുന്നു. അന്നേരം അവർ പറഞ്ഞു കൂടുതലാണ്, ഇപ്പം തന്നെ എടുത്ത് കളയണമെന്ന്. പിന്നെ ഞങ്ങൾ വേറൊരു ഡോക്ടറെയും കണ്ടു. അവരും പറഞ്ഞു കിഡ്നി ഇപ്പം തന്നെ എടുത്ത് കളയണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് പ്രോബ്ലം ആകുമെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ വെല്ലൂർ പോയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അതിനുള്ളിൽ ഞങ്ങളിതെല്ലാം തൈലെല്ലാം പരട്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷ സ്വീകരിക്കുകയും ഞാൻ ഇന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുകയൊക്കെ ചെയ്തായിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് വെല്ലൂർ പോയി കഴിഞ്ഞ് ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഞാനത് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ കണ്ടിട്ട് ഞാൻ ഓപ്പറേഷൻ സമ്മതിക്കത്തുള്ളെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 6 മാസം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, കിഡ്നി എടുത്തു കളയേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഹീമോയും കൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങളെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഓപ്പറേഷൻ കിഡ്നി എടുത്ത് കളയാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. അന്നേരം പിന്നെ ഞങ്ങളിവിടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് ശരി ഞങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു ഓപ്പറേഷന് വേണ്ടിയിട്ട്. ഞങ്ങൾ അതിനുള്ളിൽ ഞാനിവിടെ വന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു യാത്ര ചെയ്യരുത്, കാരണം എനിക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള ക്യാൻസറായിരുന്നു ബ്ലഡിൽ. അതായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ല് മുഴുവൻ പെട്ടെന്നൊന്ന് ചെരിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് പ്രോബ്ലംസ് വരും, അത് കാരണം കൊണ്ട് നീ യാത്രയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ എല്ലാവരും, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും സമ്മതിച്ചു. ഞാനും എൻ്റെ അനിയത്തിമാരും 2 പേരും എന്നെ
ഇവിടെ വന്നു, അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കിഡ്നിയുടെ കാര്യമൊന്നും എഴുതിയില്ലായിരുന്നു, ക്യാൻസർ മൾട്ടിപ്പിൾ മൈലോമയുടെ കാര്യം എഴുതിയുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ കയ്യിലുള്ള തൈലം എൻ്റെ കയ്യിൽ മുക്കി നടുവിന് പിടിക്കാൻ പറഞ്ഞു, തേക്കാൻ പറഞ്ഞു. അങ്ങനെ തേച്ചു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ വെല്ലൂരിൽ പോയത്. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കിഡ്നിയിൽ ഓപ്പറേഷൻ മാത്രം, ഗ്രോത്ത് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി, കിഡ്നി ഒന്നും ചെയ്യേണ്ടെന്ന്, കിഡ്നിയിൽ ഒരു പ്രോബ്ലം ഇല്ലയെന്ന്. അങ്ങനെ ഞാൻ റോബോട്ടിക് ഇത് ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഞാൻ ഡിസ്ചാർജായി. അത് കഴിഞ്ഞ് 6 months വരെ 90 days കഴിഞ്ഞ് എനിക്ക് BMT ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിഡ്നിയുടെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ ആദ്യം ബോൺ മാരോ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പ്രോബ്ലമായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതൊരൊറ്റ ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് വെല്ലൂർ പോയപ്പോൾ അവർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെയും ബോൺ മാരോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി. പക്ഷേ ഞാൻ അന്നേരം ഒരു ഡോക്ടർ വന്നു, മലയാളി ഡോക്ടറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഒന്നും പേടിക്കേണ്ട, അത് ക്രിസ്ത്യനായിരുന്നു ഡോക്ടർ പറഞ്ഞു ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഒരു പേടിയും വേണ്ടെന്ന്. അന്നേരം എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാനിതിങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഈ മാതാവിൻ്റെ കാശുരൂപം ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫുള്ളും മാതാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. അന്നേരം എനിക്കൊരു ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാണ്, ഒരു ശകലം പോലും വേദന എടുത്തില്ല എന്നുള്ളതാണ്. അല്ലാതെ 2 ഇഞ്ചക്ഷൻ എടുക്കുന്ന അത്രയും ഒരു വേദന എനിക്ക് തോന്നിയുള്ളൂ. അങ്ങനെ അതിന് മുമ്പ് തന്നെ എനിക്ക് BP ഒക്കെ ഹൈ ആയിപ്പോയായിരുന്നു. കാരണം എനിക്ക് BP ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇത് അറിഞ്ഞിട്ട് എനിക്ക് BP ഒക്കെ ജാസ്തി ആയിരുന്നു. അന്നേരം ഡോക്ടർ വന്ന് എനിക്കൊരു ചെറിയൊരു കൗൺസിലിംഗ് പോലെ തന്നു. അന്നേരം അത് കഴിഞ്ഞാണ് ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കൈ പിടിച്ചു, ഇങ്ങനെ മാതാവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ കിടന്നു. മാതാവേ എന്നെ എനിക്ക് ഒന്ന് സഹിക്കാനുള്ള ശക്തി തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ എനിക്ക് വേദനയെ തോന്നിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് അങ്ങനെ തന്നെ മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു. രണ്ടാമത്തെ കാര്യം, ഇതിലൊത്തിരി പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ വീടിൻ്റെ ലോണൊക്കെ തീർത്ത ഒരു സമയമായിരുന്നു. അത് കാരണം കൊണ്ട് എനിക്കറിയാമായിരുന്നു ഏകദേശം എത്ര വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതൊരു ടെൻഷനായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ആ ടെൻഷൻ്റെ ഇത് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു BMT ചെയ്യണം, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ട, അതിലൊന്നും ഇനി മാതാവ് നോക്കിക്കോളൂ, അത് ചെയ്യേണ്ടെന്ന്. പക്ഷേ ഡോക്ടറൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ പിന്നെയും നിനക്ക് ക്യാൻസർ വരും, അത് കാരണം കൊണ്ട് ഒരു BMT ചെയ്യുവാണെങ്കിൽ ഒരു 15-20 yearsന് നിനക്ക് കുഴപ്പമൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം വീട്ടിലുള്ള ആരും സമ്മതിച്ചില്ല ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം എങ്ങനെ ക്യാഷ് ഉണ്ടാക്കും? ഒരു 10-12 ലക്ഷം അതിന് മുമ്പ് തന്നെ ആയായിരുന്നു. അന്നേരം ഞാനിതെങ്ങനെ ക്യാഷ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളുടെ ഫ്രണ്ട്സും ഇടവകക്കാരും എല്ലാവരും നിനക്ക് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ച് എല്ലാവരും ഓൾമോസ്റ്റ് എനിക്ക് 90% പൈസ എനിക്ക് ഈ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കുള്ള പൈസ എനിക്ക് കൊണ്ടുതന്നു. ഇടവകയിലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് എനിക്കൊരു നല്ല എമൗണ്ട് തന്നു. മാതാവിനെ അനുഗ്രഹിച്ചു. ഞാൻ ആക്ച്വലി അത് പ്രതീക്ഷിച്ചില്ല. ഈ എമൗണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണ് അത്. അങ്ങനെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാതാവ് എനിക്ക് മാറ്റി തന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, മാതാവേ ഞാനൊരു ബാധ്യതയായി എൻ്റെ കുടുംബത്തിന് തീരല്ലേ എന്നായിരുന്നു എൻ്റെ മെയിൻ പ്രാർത്ഥന. പക്ഷേ അതൊരു പ്രോബ്ലം ഇല്ലാതെ മാതാവ് മാറ്റി തന്നു, അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് വേണ്ടി ഞങ്ങളുടെ ഇടവകയിലും കുടുംബത്തിലും എത്രയും പ്രാർത്ഥന കിട്ടിയൊരു ആളുണ്ടാകത്തില്ല. കാരണം എനിക്ക് സെപ്റ്റംബർ 30th September 2022 എനിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞത്. അന്ന് മുതൽ എൻ്റെ ഇടവകയിലും എൻ്റെ ഫ്രണ്ട്സിലും എല്ലാവരും പ്രാർത്ഥനയായിരുന്നു. കൊന്ത ചെല്ലിയും നൈറ്റ് വിജിലും അച്ഛനും എല്ലാം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. കാരണം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഈ ഹീമോ ചെയ്തപ്പോഴാണെങ്കിൽ പോലും ആരും എന്നോട് പറഞ്ഞു ആരും കാണരുത്, സന്ദർശിക്കരുത്, ആരോടും അധികം സംസാരിക്കരുത്. പക്ഷേ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് കുർബാനയ്ക്ക് വരാൻ പറ്റുമോയെന്ന്. അച്ഛൻ പറഞ്ഞു ചേച്ചിക്ക് താല്പര്യമുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ പോരേന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി, നൈറ്റ് വിജിലിനും പോയി. എല്ലാവരും എന്നോട് ചോദിച്ചു ഹീമോ കഴിഞ്ഞിട്ട് നീ നൈറ്റ് വിജിലിനൊക്കെ വരുവാണോ എന്ന്. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ എന്നെ മാതാവ് അവിടെ എത്തിച്ചു.
പിന്നെ BMD കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെയിനായിട്ട് വന്നത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സൈഡ് എഫക്റ്റ് വരുമെന്ന് പറഞ്ഞു. അന്നേരം ആക്ച്വലി ഹീമ ചെയ്തപ്പോഴൊന്നും എനിക്ക് മുടിയൊന്നും പോയിട്ടില്ലായിരുന്നു, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, ഒരു ടയർഡ്നെസ് ഒന്നും. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഒത്തിരി വണ്ണം സ്റ്റിറോയിഡ് കഴിക്കുന്ന ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഒത്തിരി വണ്ണം വയ്ക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ BMD ചെയ്യുമ്പോൾ ഒത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. കളറെല്ലാം മാറും, മുടിയെല്ലാം പോകും, പിന്നെ ഫുൾ ടയേർഡാകും, ലൂസ് മോഷനാകും, വൊമിറ്റിംഗ് ആകും, എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതവർ കൗൺസിലിംഗ് തന്നു എനിക്ക്. അതെല്ലാം കേട്ടപ്പോൾ പിള്ളേർക്ക് പോലും പേടിയായിപ്പോയി, എല്ലാവർക്കും പേടിയായിരുന്നു. എല്ലാവരും ആക്ച്വലി എൻ്റെ കുടുംബക്കാർ തന്നെ ഭയങ്കര പേടിച്ചിട്ട് ഇത് വേണോ 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 എന്ന് ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഒന്ന് അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് പനി പിടിച്ചു. ഒരു കൗണ്ട് കൂടാൻ വേണ്ടി 5 ദിവസം ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു വെല്ലൂരിൽ. ആ 5 ദിവസം ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ പോകുമായിരുന്നു. അന്നൊന്നും എനിക്ക് പനി പിടിച്ചില്ല. പക്ഷേ ഞാൻ അഡ്മിറ്റായി അന്ന് വൈകുന്നേരം എന്നോട് ചോദിച്ചു, സിസ്റ്റർ വന്നെന്ന് ചോദിച്ചു, പനിയുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് പനിയില്ല. പക്ഷേ അവർ പറഞ്ഞു പനിയുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഡിസ്ചാർജായി. പനിയുള്ളപ്പോൾ ബോൺ മാരോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ആയി. അങ്ങനെ 4 ആഴ്ച മാറി. എനിക്ക് ഒരു ആൻറ്റിബയോട്ടിക് തന്ന 4 ആഴ്ചക്ക്. ഞങ്ങൾ വലിയൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ 4 ആഴ്ച ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവേ എനിക്കിത് നടത്താനാണെങ്കിൽ മാത്രമേ നീ എന്നെ ഇനി അഡ്മിറ്റ് ആക്കാവുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക്. പക്ഷേ അപ്പോഴേക്കും എൻ്റെ മൈൻഡ് ഫുള്ള് നെഗറ്റീവായി പോയായിരുന്നു. ഇനി ഇത് വേണ്ട. അന്നേരം ഞാൻ ഞങ്ങളുടെ ഇടവക അച്ഛനോട് ചോദിച്ചു. അച്ഛനും പറഞ്ഞു, വത്സച്ചി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വേണ്ടെന്നാണ് കാണണേന്ന്. പക്ഷേ എൻ്റെ ഹസ്ബൻഡൊന്നും സമ്മതിച്ചില്ല. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യാം, നന്നായിട്ട് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് അഡ്മിറ്റാകാൻ പോകുന്ന സമയത്ത് ഞങ്ങളവിടെ പള്ളിയിൽ പോയി, അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, സംസാരിച്ചു, കുർബാന കൈക്കൊണ്ടു. എന്നിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിത് ഇനി ഒരു ഡിസ്ചാർജ് എനിക്ക് വേണ്ട, അതിനു മുമ്പ് എനിക്ക് അച്ഛനൊന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ, ഇത് നടക്കാനാണെങ്കിൽ മാത്രം എന്നെ അഡ്മിറ്റാക്കിയാൽ മതി എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അച്ഛൻ തലേ കൈവച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ കാശ് രൂപ എടുത്ത് തൈലം എല്ലാം പരട്ടിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് എനിക്ക് നല്ല ധൈര്യം വന്നു, എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. ഹാർവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും സ്റ്റെം സെൽ എടുത്തപ്പോഴത്തേക്കും എല്ലാവർക്കും 2-3 പ്രാവശ്യം എടുക്കേണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒറ്റ പ്രാവശ്യത്തിന് തന്നെ കിട്ടി. എൻ്റെ സ്റ്റെം സെല്ല് തന്നെ ആയിരുന്നു. ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ എനിക്ക് ആവശ്യത്തിനായ സ്റ്റെം സെല്ല് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ അഡ്മിറ്റായി കഴിഞ്ഞ് ഒരു ഹീമ തന്നു. അത് 300 mg ഹീമയായിരുന്നു. പക്ഷെ അത് അവർ പറഞ്ഞു, ഐസ് ഭയങ്കര സൈഡ് എഫക്റ്റ് വരും, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അതിന് മുമ്പ് തന്നെ എൻ്റെ മുടിയെല്ലാം ഷേവ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഹീമ തന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫുള്ള് ഐസ് തിന്നണമെന്ന്, ഇല്ലെങ്കിൽ ഫുള്ള് അൾസറാകും, വയറ്റിൽ അൾസറാകും, ഒന്നും തിന്നാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല എന്നൊക്കെ ആദ്യമേ തന്നെ സിസ്റ്റർ ഞങ്ങൾക്ക് കൗൺസിലിംഗ് തന്നായിരുന്നു. അന്നേരം ഞങ്ങൾ എന്നെ ചെയ്ത്, ഞങ്ങൾ ഈ അഡ്മിറ്റായപ്പോഴും മാതാവിൻ്റെ കാശ് രൂപവും കൊന്തയും ബുക്കും നീലത്തിരിയും പിന്നെ തൈലവും കൊണ്ടുപോകുമായിരുന്നു. ഇതെല്ലാം എൻ്റെ തലയുടെ ഞങ്ങളുടെ അടുത്തുള്ള ടേബിളിൽ വെച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഒരു ഡോക്ടറും 2-3 നഴ്സുമാരും വന്നിട്ടാണ് എനിക്ക് ഹീമ തരുന്നത്. BMD ചെയ്യുന്ന റൂമിൽ നിന്ന് തന്നെയാണ് തന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ പറയും, ഓക്കെ ആണോ എന്ന് ചോദിക്കും. അതേന്ന് പറയും. അതിന് മുമ്പ് ഞാൻ എന്നാ ചെയ്തു, ഇവർ വരുന്നതിന് മുമ്പ് ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. വരുന്നതിന് മുമ്പ് ഞാൻ ആ തൈലം എടുത്തിട്ട്, കൃപാസനത്തിന് കൊണ്ടുവന്ന തൈലം, ഉടമ്പടിയുടെ തൈലം എടുത്തിട്ട് ഞാൻ എൻ്റെ വായിലും മോണയിലും ഇച്ചിരി കുടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് സൈഡ് എഫക്റ്റ് ഒന്നും, അൾസറൊന്നും വരല്ലേ, വേറെ എന്ത് വന്നാലും എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണേന്ന് പറഞ്ഞു. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും വന്നില്ല. ഞങ്ങൾ രണ്ട് പേരായിരുന്നു ഒരു റൂമിലുണ്ടായിരുന്നത്. പക്ഷേ എന്നെക്കാളും വയസ്സ് കുറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു, ഹിന്ദിക്കാരിയായിരുന്നു. അവർക്ക് സെയിം അസുഖമായിരുന്നു. ഞാൻ ചെന്ന് അഡ്മിറ്റാകുന്നതിന് മുമ്പ് 10 ദിവസം മുമ്പ് അവർക്ക് BMD ചെയ്ത ആളാണ്. അവരവിടെ കിടന്ന് കരയണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ അവസ്ഥയാണോ എനിക്കെന്ന്. അന്നേരം എൻ്റെ ചേച്ചിയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവൾ പറഞ്ഞു, നീ എന്തിനാ പേടിക്കണേ, അവർ മാതാവിനെ വിളിച്ചിട്ടുണ്ടാവില്ല, നമ്മൾക്ക് നമ്മുടെ മാതാവുണ്ട്, അത് കാരണം നീ ഒന്നും പേടിക്കണ്ടെന്ന്. അവളെനിക്ക് നല്ല ധൈര്യം തന്നു. ആ മാതാവിൻ്റെ എണ്ണ തേച്ച് കഴിഞ്ഞ് BMD ചെയ്തിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അന്നേരം എല്ലാവരും പറഞ്ഞു 2-3 മാസം കഴിയുമ്പോൾ ഭയങ്കര ടയേർഡായിരിക്കുമെന്ന്.
പക്ഷേ എനിക്കൊരു ടയേർഡ്നെസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഇവർ കരയുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് സങ്കടം തോന്നി. കാരണം ഞങ്ങളെന്നും അവിടെ നിന്നും കുർബാന കൂടുമായിരുന്നു ഓൺലൈനിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് അവർ ചോദിച്ചു, നിങ്ങൾക്കെന്താ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ എണീറ്റ് പോകാൻ പറ്റത്തില്ലായിരുന്നു. അത് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാൻ, നീ മാതാവിൻ്റെ ആ തൈലം കൊണ്ടുവന്ന് ആ സ്ത്രീ അവരുടെ നെറ്റി തിച്ചിട്ട് പരട്ടി കൊടുക്കാൻ. അവർക്ക് ഹിന്ദി മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അന്നേരം അവളോട് ഞാൻ പറഞ്ഞു, ഐ ബിലീവ് ഇൻ ഗോഡ് ചെല്ലാൻ പറയാൻ പറഞ്ഞു. അന്നേരം അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേച്ചിയോട്, നീ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് നീ തേച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ തേച്ച് കൊടുത്ത്, അല്ലെങ്കിൽ അവർ ഫുൾ കരച്ചിലായിരുന്നു. പക്ഷേ അത് തേച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നാണ് അവർ ഉറങ്ങിയത്. ആക്ച്വലി ഞാൻ അവിടെ അഡ്മിറ്റായ സമയത്തിൽ ഫുൾ ടൈം അവർ പ്രോബ്ലംസ് ആയിരുന്നു. ഈ തൈലം തേച്ച് കഴിഞ്ഞ പിന്നെയാണ് അവർ ശരിക്കും ഉറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ അവർ ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, ഞങ്ങൾക്ക് ഇച്ചിരി എണ്ണ തരുമോ, തേച്ച് തരുമോയെന്ന്. ഞങ്ങൾ 2-3 പ്രാവശ്യം തേച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥന അവർക്ക് വേണ്ടി ചൊല്ലി. അങ്ങനെ ഒത്തിരി അനുഗ്രഹം. അവർക്ക് തന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ മാതാവിൻ്റെ എണ്ണയാണ്, ഞങ്ങളിങ്ങനെ ഇവിടെ ഇത് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണെന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എൻ്റെ കൺമുമ്പിൽ കണ്ടത്. പിന്നെ അങ്ങനെ ഒരു ഇത് ചെയ്ത് പിന്നെ ഞാൻ ഡിസ്ചാർജായി. എല്ലാവരും പറഞ്ഞു ഒത്തിരി പ്രോബ്ലംസൊക്കെ വരുമെന്ന്. പക്ഷേ എനിക്ക് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായില്ല. ഒരു പനി വന്നു. ആ പനിയിൽ ഫംഗൽ ഇൻഫെക്ഷനായിപ്പോയി. അങ്ങനെ ഒരു 5-6 ദിവസം കൂടെ എനിക്ക് അഡ്മിറ്റ് ആകേണ്ട വന്നു. പക്ഷേ വേറൊരു അസുഖവും എനിക്ക് വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഡിസ്ചാർജായി വന്നു. ഡിസ്ചാർജായി വന്നിട്ടും എല്ലാവരും പറഞ്ഞു, ഒരു 3 മാസത്തേക്ക് ഞാൻ ആരെയും കാണുകയോ അല്ലെങ്കിൽ ആരുമായിട്ട് വർത്തമാനം പറയുകയോ, വീട്ടിൽ പോലും ഭയങ്കര കെയറായിരുന്നു. അധികം ഭക്ഷണം കഴിക്കാൻ പാടില്ല, എല്ലാം ഭയങ്കര ചിട്ടയായിരുന്നു. പക്ഷെ ഞാനൊരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുമായിട്ട് സംസാരിക്കാനും എല്ലാവരുമായിട്ട് ചെയ്യാനും തുടങ്ങി. എനിക്കൊരു പ്രോബ്ലം വന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ് കൂട്ടുണ്ട്, പിന്നെ എന്തിനാ ഞാൻ പേടിക്കണേന്ന് ചോദിച്ചു. അങ്ങനെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം എനിക്കുണ്ടായി. പിന്നെ 3ാമത്തെ ഒരു അനുഗ്രഹം, ഞാൻ എൻ്റെ മോന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാനൊരു ഉടമ്പടി വെച്ചിരുന്നു. എൻ്റെ മോനൊരു ജോലിയായിരുന്നു. അവന് പ്ലേസ്മെൻറ്റിൽ ഒരു ജോലി കിട്ടണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല. പക്ഷെ അതിൽ നല്ലൊരു ജോലി എൻ്റെ മോന് കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഞാനെന്നും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. എന്നും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. ഒരു പ്രോബ്ലവും ഇല്ല. ഇപ്പം നന്നായിട്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി.